എരിയും പുളിയും മധുരവും ഉപ്പും ഒക്കെയുള്ള നല്ല ഗംഭീര ഒരു അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈ കല്യാണ വീട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ മധുരമുള്ള അച്ചാർ കഴിക്കും മിക്ക ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പം പിന്നെ വീട്ടിലങ്ങ് ട്രൈ ചെയ്ത് നോക്കുന്നേ. അപ്പോൾ അതേ നാരങ്ങ ഞാൻ ഉപ്പിട്ട് പുഴുങ്ങി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ടോ ഞാൻ അച്ചാറിട്ട് വെച്ചിട്ട് ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് അലിഞ്ഞു പോയി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അച്ചാർ. ഞാനിട്ടതുകൊണ്ട് പറയല്ല, അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് റെസിപ്പി ഉണ്ടല്ലോ. ഉരുളി വെച്ചിട്ടുണ്ട്, ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതേ കടുകിട്ടു, കടുകൊന്ന് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ടു കേട്ടോ. അതും ഒന്ന് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് മൂത്തപ്പോഴത്തേക്ക് നമ്മൾ പൊടികളായ കാശ്മീരി ചില്ലി പൗഡർ, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ, ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തേക്കണം കേട്ടോ. തീ ഇട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ പൊടികൾ അതിലേക്കിട്ട് ഇളക്കരുത് കേട്ടോ, കാര്യം കരിഞ്ഞു പോകും കേട്ടോ. കാര്യം 2-3 വട്ടം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം ഒന്ന് ഇളക്കിയതിന് ശേഷം നാരങ്ങ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കുക കേട്ടോ. നമ്മളിതിന് മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് കരിപ്പോട്ടിയാണ് കേട്ടോ. ചിലർ ശർക്കര ചേർത്ത് കൊടുക്കും, ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കരിപ്പോട്ടിയാണ് കേട്ടോ. പിന്നെ അതേ കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം, നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നാരങ്ങാച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ ബൈ.